ഹലോ, ഇതാ ഇവിടെ കുറേ ഞൊട്ടാഞ്ഞൊടിയനായി നിൽപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? കുറേ ഞൊട്ടാഞ്ഞൊടിയൻ ഇങ്ങനെ ആയി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, ഒരു 3-4 ചോട് ഞൊട്ടാഞ്ഞൊടിയൻ ഇവിടെ ആയി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പറിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അതിൻ്റെ ഈ തൊണ്ട് കളഞ്ഞിട്ട് ഈ തൊണ്ട് കളഞ്ഞിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ തലയിൽ വന്നൊരു ഐഡിയ ആണ് ഞൊട്ടാഞ്ഞൊടിയും ക്യാരറ്റും കൂടെയും കൂട്ടി ഒരു ജാം ആക്കിയാലോ. കാരണം ഞൊട്ടാഞ്ഞൊടി സർവ്വരോഗ സംഹരണിയാണല്ലോ. അപ്പോൾ ഇത് എല്ലാ സമയത്തും നമുക്ക് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളപ്പോൾ ഇത് പ്രിസർവ് ചെയ്ത് വെക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ആണ് തോന്നിയത്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് ഒരു ജാമാക്കി നോക്കാം. ഇവിടെ ഞൊട്ടാഞ്ഞൊടിയനായപ്പോൾ തൊട്ട് ഞാൻ ഇന്നും ഇതിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇത് പറിക്കുമായിരുന്നു കേട്ടോ. അത് പറിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം എമൗണ്ട് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ജാമാക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്യാരറ്റും ഞൊട്ടാഞ്ഞൊടിയനും ഞങ്ങളുടെ ഞാൻ കുക്കറിലേക്കാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുക്കറിലിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒരു വിസിലടിച്ചാൽ മതി. അന്നേരത്തേക്ക് അതെല്ലാം വെന്ത് കിട്ടും ശരിക്കും. അതിൻ്റെ കൂടെ ഞാനൊരു ഇച്ചിരി ഉപ്പും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ കറുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിസിലടുപ്പിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ നോക്കി നല്ലപോലെ ആ ഞൊട്ടാഞ്ഞൊടിയനൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ തരിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കണേക്കാളും മുന്നേ ഞാൻ ഇട്ടിരുന്ന കറുവയും പട്ടയൊക്കെ ഇതാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങ് പുറത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ. ആ ചെറിയ തരിതരി അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതേ ഉള്ളൂ, അല്ലാണ്ട് അരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ തരി ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അടിക്കാത്തത്. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഓറഞ്ചിൻ്റെ നീരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് കുഞ്ഞിന് കൊടുക്കാനാക്കിയത് കൊണ്ടാണ് ഞാനിവിടെ ബെല്ലം യൂസ് ചെയ്യുന്നത്. ഞാൻ അവനങ്ങനെ പഞ്ചാര കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ബെല്ലം എടുത്തിരിക്കുന്നത്. സാധാരണ ജാമാക്കുമ്പോൾ പഞ്ചാരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചാര യൂസ് ചെയ്യാം. ഞാൻ കുഞ്ഞിനായതുകൊണ്ടാണ് ബെല്ലം എടുത്തിരിക്കുന്നത് കേട്ടോ. ലാങ്കടയും ചീൻചട്ടിയിലിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. ഇവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ അരച്ചെടുത്തപ്പം ഞാൻ കുക്കറിലിട്ടപ്പോൾ തന്നെ ഒഴിച്ച വെള്ളത്തിൻ്റെ എമൗണ്ട് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് നല്ല അടിപൊളി പൊട്ടിത്തെറിക്കലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വെള്ളം കുറച്ച് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഒത്തിരി പൊട്ടിത്തെറിക്കാണ്ട് തന്നെ ഇത് നമുക്ക് പറ്റി കിട്ടും. അപ്പം ഏകദേശം പറ്റി ഈ ഒരു പരുവാവണം കേട്ടോ. ജാമിൻ്റെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് ക്യാരറ്റിൻ്റെ ആ ഒരു കളറില്ല, ഇച്ചിരി ഡാർക്കാണ്. ഞാൻ വെള്ളം ഇട്ടത് കൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ അപ്പത്തിൻ്റെ അകത്തും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നമ്മൾ കടയിൽ പോയിട്ട് ജാം വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞൊട്ടാഞ്ഞൊടി എന്ന് പറയുമ്പോൾ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിനാണ് ഞാനിതിങ്ങനെ ക്യാരറ്റിൻ്റെ കൂടെ ഞൊട്ടാഞ്ഞൊടിനെ ആഡ് ചെയ്തത്. ഇത് ഒത്തിരി നാൾ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തത്. ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ബെല്ലത്തിൻ്റെ കുറച്ച് ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ബെല്ലം ആഡ് ചെയ്തതുകൊണ്ട് നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്